പഞ്ചായത്ത് മെമ്പർ ശ്രീ ശശികുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തവഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ജോയ്സി ഷാജു വാർഡ് മെമ്പർ തവഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ശ്രീ എം സുനിൽ കുമാർ മാനന്തവാടി, ശ്രീ സുരേഷ് പ്രദേശത്ത് 1956 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം പലവിധമായ പരിമിതികൾ എല്ലാം മറികടന്ന് ഇന്ന് വയനാട് ജില്ലയിലെ മാനന്തവാടി ഉപജില്ലയിലെ അറിവിന്റെ പ്രഭ തൂങ്ങിക്കൊണ്ട് ഒരു ദേശത്തിന് മുഴുവൻ വെളിച്ചവും അഭിമാനമായ നമ്മുടെ വിദ്യാലയം ക്രിസ്റ്റ 2 പതിറ്റാണ്ട് കാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്നു. യൗവനവും നിറഞ്ഞ ജീവിതയാത്രയിൽ വിജ്ഞാനത്തിന്റെ വെളിച്ചം നടന്നു. ഇതിനോടകം വിദ്യാഭ്യാസം അറിവ് പകരുന്ന പ്രക്രിയ മാത്രമല്ല, മനസ്സുകളെ രൂപപ്പെടുത്തുകയും സമൂഹത്തെ നാളെയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദൗത്യമാണ്. നന്നായി പഠിക്കണമെന്നും ജീവിതം മാറണമെന്നുമാണ് സിസ്റ്റർ ആഗ്രഹിച്ചിരുന്നത്. സിസ്റ്ററിനെ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഏറ്റവും വേഗത്തിലും ഏറ്റവും പൂർണ്ണതയോടെയും ജ്യേഷ്ഠൻ്റെ മക്കളും ഭാര്യാപിതാവും ഒക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തുപോയവരാണ്. ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി സ്നേഹത്തോടെ അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസങ്ങളുടെ വിഭാജനം, നാടിൻ്റെ പാവപ്പെട്ട മനുഷ്യരുടെ വിഭാജനം നടക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിലൂടെയാണ്. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തുടങ്ങിയപ്പോൾ തൊഴിലായ അറിവാനി സിനിമേനി അദ്ദേഹത്തിൻ്റെ മക്കളായ രജനീ സന്യാസിനിമാരോട് പറഞ്ഞത് പട്ടണങ്ങളിലെ നല്ല സ്കൂളുകളും കോളേജുകളും നടത്താനല്ല, പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഞാൻ ആലാറ്റിൽ താമസിക്കുന്നയാളാണ്. അവിടെ നിന്നൊക്കെ ധാരാളം കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള മാതാപിതാക്കൾ അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിൽ ഇത്ര വളർന്ന് പന്തലിച്ച് ഇത്ര നിലയിലെത്തുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേരുണ്ട്. അവരെ ഞാൻ ഈ വേളയിൽ സ്മരിക്കാം. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാവിധ മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച ഇവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിൽ സഹാധ്യാപികയായി ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിലും ഒപ്പം നിന്നിരുന്ന ഒരു വയ്ക്കുന്ന സ്കൂളാണ് സർവോദയ യു.പി. സ്കൂൾ. ഇവിടെ വരികയും നിങ്ങളെ കാണുകയും ചെയ്യും. നമ്മുടെ നാട്ടിലെ അണയാതെ നിൽക്കുന്ന സ്കൂൾ സർവോദയ സ്കൂൾ. സിസ്റ്റർ ഒരു അധ്യാപിക മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ഒരമ്മയും ഒരു സുഹൃത്തും ഒരു മാർഗദർശിനിയുമായിരുന്നു. പഠിപ്പിക്കുമ്പോൾ കർശനവും ആവശ്യമായപ്പോൾ സ്നേഹപൂർണമായ തിരുത്തലുകളും നൽകി നല്ല കുഞ്ഞുങ്ങളാക്കി അക്ഷരം പ്രയത്നിക്കുന്ന സിസ്റ്റർ ഞങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല ദൈവത്തിനായിട്ട് എന്ന പോലെ ഹൃദയപൂർവ്വം ചെയ്യുകയും. ഈ വചനം മനസ്സിൽ സൂക്ഷിച്ചാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചത്. പരിമിതികൾ ഉണ്ടായിട്ടും പിഴവുകൾ സമ്പത്തിന്റെ പ്രഭ കണ്ട് വിശ്വസ്തയായി നിലകൊള്ളുവാൻ സാധിച്ചതിൽ ഞാൻ നന്ദിയുള്ളവളാണ്. അവസരത്തിൽ എൻ്റെ പ്രൊഫസർമാർ, മാനേജർമാർ, സുപ്പീരിയേഴ്സ്, സിസ്റ്റേഴ്സ് എന്നിവരെ ആദരവോടെ ഓർക്കുന്നു.